إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قال أنا خير منه خلقتني من نار وخلقته من طين قال فاهبط منها فما يكون لك أن نتكبر فيها فاخرج إنك من الصاغرين സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികൾ, റഹ്മാനും റഹീമുമായ റബ്ബുൽ ഇസ്സത്തിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ച് തഖ്വയുള്ളവരായി മുന്നോട്ട് ജീവിതം നയിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ് വസിയ്യത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബ് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന തഖ്വയുള്ള സത്യവിശ്വാസികളിലും വിശ്വാസിനികളിലും നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നു ചേരുന്ന ചില ദുസ്വഭാവങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്തുവാനും നാം ഇവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പ്രമാണങ്ങളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അവന്റെ പാരത്രിക ലോകത്ത് രക്ഷ പ്രാപിക്കുവാനുള്ള മാർഗങ്ങൾ അത് കൃത്യമായി നിർദ്ദേശിച്ചുകൊണ്ട് ദുസ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഉജുബ് എന്നത്.
നമുക്ക് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ, അങ്ങനെ മുന്നോട്ട് പോകുന്നതിന് പകരം എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏത് കാര്യത്തെ എൻ്റെ കഴിവുകൊണ്ട്, എൻ്റെ പ്രാപ്തി കൊണ്ട് ഞാൻ എന്നുള്ള ഒരു ചിന്തയിൽ ജീവിക്കുക എന്നതാണ് ഉജുബ് എന്ന വാക്കിന് കൃത്യമായി ഒരു വ്യാഖ്യാനം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കും. എന്ന് പറഞ്ഞാൽ താൻ പോരിമ നടിക്കുക എന്ന് പറയും. ഞാനാണ് വലുത് എന്ന തോന്നലിലൂടെ മറ്റുള്ളവർക്കിടയിൽ ഒരു അനാനിയത്ത്, ഞാനെന്ന വ്യക്തിയെ സംബന്ധിച്ച് എനിക്കൊരു അത്ഭുതം തോന്നുക, മറ്റുള്ളവരെല്ലാം നിസ്സാരമാണ് എന്ന് തോന്നുക. അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ പെട്ടതാണ് തന്നെ എല്ലാം തികഞ്ഞവനായി കാണുക എന്ന്. ഹൃദയത്തിനെ ബാധിക്കുന്ന വലിയൊരു രോഗമാണ്. ഉയർന്നു പോകുന്ന ഊഞ്ഞാല് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ ഊഞ്ഞാലിൽ ഇങ്ങനെ ആടി മുകളിലേക്ക് എത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ മുകളിലേക്ക് പോയി വീണ്ടും അടുത്തൊരാട്ടത്തിൽ വീണ്ടും അതിനേക്കാൾ മുകളിലേക്ക് പോകുമ്പോൾ ആ വല്ലാത്തൊരു ആനന്ദവും സന്തോഷവും ഒക്കെ അയാൾക്ക് അനുഭവപ്പെട്ടു എന്ന് വരും. എന്നാൽ അതേ വേഗതയിൽ താഴെ തിരിച്ചു വരുമ്പോൾ വളരെ വേഗത്തിലാണ് ആ ഊഞ്ഞാൽ ആടി തിരിച്ചു വരുന്നത്. ഇതുപോലെ ഞാനാണ് എന്ന് കരുതി പല കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ ഉയർത്തി കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന പലതും നിമിഷ നേരം കൊണ്ട് തകർന്നടിഞ്ഞ് താഴേക്ക് വീഴുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടും. എത്ര ആ ഉയർന്നവനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ട് താഴ്ത്തുവാൻ കഴിവുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല എന്നത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് മനസ്സിൽ കുന്നുകൂടുന്ന രോഗങ്ങളിൽ വളരെ ഗൗരവമുള്ള ഈ ഒരു രോഗത്തിനെ നമ്മൾ കണ്ടറിഞ്ഞ് ചികിത്സിക്കണം. ഹുനൈൻ യുദ്ധവേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായി ജീവിച്ച് സ്വഹാബികൾക്കിടയിൽ അവർക്ക് തങ്ങളുടെ ആൾപ്പെരുപ്പം കണ്ടിട്ട് കുറെ ആളുകളുണ്ട്, ഞങ്ങളെ ഇനി ആർക്കും പരാജയപ്പെടുത്താൻ കഴിയുകയില്ല എന്നൊരവസ്ഥയിലേക്ക് ഒരു ഉജബ്, ഒരു പെരുമ അവർക്ക് തോന്നുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ട് സംസാരിക്കുന്നത് കാണാം. ലഖദ് നസറകുമുല്ലാഹു ഫീ മവാത്തിന കസീറ, ധാരാളം യുദ്ധങ്ങളിൽ നാം നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. വയൗമ ഹുനൈൻ, ഹുനൈൻ യുദ്ധവേളയിൽ ഇത് അഅജബതുകും കസ്റതുകും, നിങ്ങൾ അധികരിച്ചു എന്നുള്ളത് നിങ്ങളെ അത്ഭുതപ്പെടുത്തി. ഫലം തുഗ്നിയൻഹും ശൈആ, നിങ്ങൾക്ക് യാതൊരു ഉപകാരവും അതുകൊണ്ടുണ്ടായില്ല. വളഖത്ത് അലൈക്കുമുൽ അർദു ബിമാ റഹബത്, വിശാലമായ ഭൂമി ആ സമയത്ത് നിങ്ങൾക്ക് ഞെരുക്കമുള്ളതായി അനുഭവപ്പെട്ടു. സുമ്മ വല്ലൈതും മുദ്ബിരീൻ, പിന്നീട് നിങ്ങൾ പേടിച്ച് ഭയന്ന് പിന്തിരിഞ്ഞോടുകയാണ് ഉണ്ടായത്. സ്വഹാബികൾക്കിടയിൽ അത്തരം ഒരു തഅജ്ജുബ് ഉണ്ടായപ്പോ, ഒരു അത്ഭുതം അവർക്ക് തോന്നിയപ്പോ, താൻ പോരിമ തോന്നിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പരീക്ഷണമായിട്ട് കൊടുത്ത ഒരു പരാജയത്തിന്റെ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ. അപ്പൊ നമ്മൾ നല്ലവരായി ജീവിക്കുമ്പോൾ, അങ്ങനെ ജീവിക്കുന്നവരാണ് എങ്കിൽ, എന്നാൽ ഞാൻ ആരൊക്കെയോ ആണ് എന്ന തോന്നൽ, ഞാനൊരു സംഭവം തന്നെയാണ് എന്നൊരു തോന്നൽ എനിക്ക് നിങ്ങൾക്കും ഉണ്ട് എങ്കിൽ വളരെ ഗൗരവത്തിൽ കാണാം. കാണാം, ഫലാ തുസക്കൂ അൻഫുസകും, നിങ്ങൾ ആത്മപ്രശംസ നടത്താൻ പാടില്ല. ഹുവ അഅലമു ബിമനിത്തഖാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നിങ്ങളിൽ സൂക്ഷ്മത പാലിക്കുന്ന മനുഷ്യർ ആരാണെന്നറിയാം. നമ്മൾ സ്വയമേ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാനൊരു വലിയ ആളാണ് എന്ന് നടിക്കേണ്ടതില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ മറ്റൊരാൾ നമ്മെ അമിതമായി പുകഴ്ത്തിയാൽ പോലും ഇസ്ലാം ആ വിഷയത്തിൽ ഇടപെടുന്നത് അവന്റെ വായിലേക്ക് മണ്ണ് വാരിയിടണമെന്ന്. അമിത പ്രശംസ നൽകി നമ്മളെ പുകഴ്ത്തുന്ന മനുഷ്യനെ പോലും അവന്റെ വായിലേക്ക് മണ്ണ് വാരിയിട്ട് അയാളെ സ്റ്റോപ്പ് ചെയ്യണമെന്നാണ്, സംസാരിക്കാൻ വിടരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുക. എത്ര കണ്ട് ഗൗരവമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈനമാ റജുലുൻ യംശി ഫീ ഹുല്ലത്തിൻ തഅജബുഹു നഫ്സുഹു മുറജ്ജലുൻ ജുമ്മതഹു, ഒരു മനുഷ്യൻ അയാൾ ഇങ്ങനെ നല്ലൊരു ഭംഗിയുള്ള മനോഹരമായ ഒരു വസ്ത്രം ധരിച്ചിട്ട് ഇങ്ങനെ നടന്നുപോയി. അയാൾ സ്വയമേ വിചാരിച്ചു ഞാൻ ആരോ ആണ് എന്ന്. ഒരു മനോഹരമായ വസ്ത്രം ധരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ അനുഭവപ്പെടും. പക്ഷേ അയാൾ താൻ പോരിമ നടിച്ച് ആ വല്ലാത്തൊരവസ്ഥയിലേക്ക് അയാൾ എത്തിപ്പെട്ടു. മുറജ്ജലുൻ ജുമ്മതഹു ഇദ് ഖസഫല്ലാഹു ബിഹി, അയാൾ സ്വന്തമായി അങ്ങനെ പെരുമ നടിച്ചതിന്റെ കാരണത്താൽ
അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞുവെന്ന്. ഖിയാമത്ത് നാൾ വരെ അയാൾ ഭൂമിയുടെ അടിഭാഗത്ത് ഇങ്ങനെ തൂങ്ങി നിൽക്കും. താഴോട്ട് വീഴണം, അതിന്റെ മുകളിലോട്ട് പോകണോ എന്നുള്ള രൂപത്തിൽ ഭയത്തോടുകൂടി അയാൾ ഖിയാമത്ത് നാൾ വരെ കഴിഞ്ഞുകൂടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിക്കും. ഇപ്പൊ താഴെ വീഴുമോ എന്ന് ഭയത്താൽ, ഒന്നാലോചിച്ച് നോക്ക്, ഒരു പിടുത്തം വിട്ടിങ്ങനെ താഴേക്ക് പോകുന്ന ഭയത്താൽ ഖിയാമത്ത് നാൾ വരെ ആ മനുഷ്യൻ നിൽക്കുമെന്ന്. 3 കാര്യങ്ങൾ മനുഷ്യനെ നശിപ്പിക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സലാത്തുൽ മുഹ്ലികാത്തുൻ, 3 കാര്യങ്ങളുണ്ട്, അത് മനുഷ്യനെ നശിപ്പിച്ചു കളയും. ഒന്ന് വിധേയപ്പെട്ട പിശുക്ക് എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും കൊടുക്കാതെ ജീവിക്കും. കൊടുക്കാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ ചെറു തരി പോലും അയാൾക്ക് തോന്നൂല, അത്ര കണ്ട് പിശുക്കനായി ജീവിക്കുന്ന മനുഷ്യർ. അങ്ങനെ വിധേയപ്പെട്ട് ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് മനുഷ്യനെ നശിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രണ്ടാമത് ദേഹേച്ഛകളെ പിൻപറ്റി ജീവിക്കുന്ന മനുഷ്യർ എന്ന് പറഞ്ഞാൽ നന്നാവുമെന്ന് കരുതും, പക്ഷേ ആ തന്നിഷ്ടം വെച്ച് തന്നെ അങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കും. ചെറുതായിട്ട് മനസ്സിൽ തോന്നിയാൽ പോലും അയാൾ പിന്നെ ആ തനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, തനിക്ക് ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ളൊരു കാര്യമായിരുന്നിട്ടും കൂടെ അതൊന്നും മാറാൻ തയ്യാറാകാതെ ഹവയ്ക്ക് പിന്നാലെ ജീവിക്കുന്ന മനുഷ്യർ, തന്റെ ദേഹേച്ഛക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യർ, അവർക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അയാൾ നശിച്ചു പോകുമെന്ന്. മൂന്നാമത് നമ്മുടെ വിഷയത്തിലേക്കാണ് സ്വന്തത്തെ തികഞ്ഞവനാണ് എന്ന തോന്നൽ. ഞാനാണ് എല്ലാം തികഞ്ഞ മനുഷ്യൻ എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ, നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ കൂട്ടത്തിൽ മനുഷ്യനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പഠിപ്പിക്കുക. അപ്പൊ സ്വന്തം കർമ്മത്തിൽ പെരുമ കാട്ടുക എന്നത് ജാഹിലിന്റെ സ്വഭാവമാണ്. ഞാൻ ചെയ്യണ കാര്യം മാത്രമാണ് ശരിയായത് എന്ന് നമ്മൾ നടിച്ച് അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരുണ്ട് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കർമ്മത്തിൽ ഇങ്ങനെ പെരുമ കാട്ടിയാണ് അയാൾ ജീവിക്കുന്നതെങ്കിൽ, താൻ പോരുമ കാണിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ അയാൾ ജാഹിലാണ് എന്ന് ഇമാം ബാജിയെ പോലെയുള്ള ആളുകൾ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ കാണാം ഇത്തരം വിഷയങ്ങളെ, നമ്മൾ വളരെ ഗൗരവത്തിൽ കാണണം. എനിക്ക് ഒരു കാരണവശാലും എന്നേക്ക് നരകത്തിന് പോകാൻ പറ്റൂല എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യണം. നരകത്തിൽ ഒരു നിമിഷം പോലും ഒരു വിശ്വാസിക്ക് കിടക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള സംവിധാനങ്ങൾ. അതുകൊണ്ട് ആ സ്വർഗത്തിലെത്തണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹമുള്ളവർ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണമെന്ന്. അൽ ഹലാഖു ബിൽ ഇസ്നൈൻ, 2 കാര്യങ്ങളിൽ നാശമായ കാര്യങ്ങളുണ്ട്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഒന്ന് അൽ ഖനൂത്ത്, ഒന്ന് നിരാശയാണ്. 2 വൽ ഉജ്ബ്, പെരുമ നടിക്കല. ഒരാൾക്ക് നിരാശ തോന്നുക എന്ന് പറഞ്ഞാൽ നിരാശപ്പെട്ടവൻ അവന്റെ നിരാശ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു വിഷയത്തെ സംബന്ധിച്ച് ചോദിച്ചിട്ട് അത് അല്ലാഹ് നൽകിയില്ല എന്ന നിരാശ. ആ നിരാശ കാരണം പിന്നെ റബ്ബിലേക്ക് അവൻ കൈ ഉയർത്താൻ മടിക്കും. ഇങ്ങനെ നിരാശ കൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ, ഞാൻ വർഷങ്ങളായി നമസ്കരിക്കുന്നവനാണ്, ഇന്നും ഞാൻ പരീക്ഷണങ്ങളിലാണ്, ഞാൻ പ്രയാസങ്ങളിലാണ്, എന്റെ കുടുംബത്തിൽ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ വരുന്നുണ്ട്, പിന്നെന്തിന് ഞാൻ റബ്ബിലേക്ക് കൈ ഉയർത്തണം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിരാശപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യന്മാർ. എന്റെ കൂടെ പഠിച്ച ആളാണ് ഇന്നയാൾ, അയാൾ വലിയ നിലയിലെത്തി, ഞാനിപ്പോഴും അതേ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു നിരാശ കൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ, അങ്ങനെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാളെ സംബന്ധിച്ച് പെരുമ നടിക്കലും, അതുപോലെ രണ്ടാമത് വൽ ഉജ്ബ്, പെരുമ നടിക്കുക എന്ന വിഷയം. എന്താണ് പെരുമ നടിച്ചാൽ? പെരുമ നടിക്കുന്നവനാകട്ടെ താൻ തികഞ്ഞവനാണെന്ന് തോന്നൽ കൊണ്ട് റബ്ബിനോട് തേടാൻ മടിക്കും. എനിക്കെല്ലാം കിട്ടി, ഇനിയിപ്പോ എന്താ, അങ്ങനെ ജീവിച്ചു തീർത്താൽ മതിയല്ലോ ജീവിതം, ഞാനെല്ലാം തികഞ്ഞവനായി, പിന്നെ ഞാൻ എന്തിനും ഭയപ്പെടണം, ഞാൻ എല്ലാ സൗകര്യങ്ങളും ഉള്ളവനായി തീർന്നു, അതുകൊണ്ട് ഇനി റബ്ബിനോടൊന്നും തീർക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യന്മാർ. ഇങ്ങനെ 2 രൂപത്തിലുള്ള ആളുകളുണ്ട്. ഈ 2 രൂപത്തിലുള്ള ആളുകളും യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വളരെ അവർ പ്രയാസത്തിലാകുമെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ താൻ പോരുമ കൊണ്ട് സ്വന്തം കുഴി തോണ്ടുന്ന മനുഷ്യരായി ഇവരെ നമുക്ക് കാണാമെന്ന്. ഒരിക്കൽ അബൂ ഉബൈദത്തുൽ ജറാഹ് റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം ഇമാമായി നിന്ന് നമസ്കരിച്ചു, നല്ലൊരു ഇമാമായിട്ട് നമസ്കരിക്കാൻ ശേഷം അദ്ദേഹം പിശാച് എന്റെ കൂടെയുണ്ട് എന്ന് നമസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് സംസാരിക്കണം. എന്റെ കൂടെ പിശാചുണ്ട്, എന്റെ പിന്നിൽ നിൽക്കുന്നവരെക്കാൾ ശ്രേഷ്ഠനാണ്
ഞാൻ എന്ന് എനിക്ക് തോന്നുകയാണ്. എന്ന് പറഞ്ഞാൽ എന്റെ പിന്നിൽ നിൽക്കുന്ന ബാക്കി എല്ലാവരെക്കാളും വളരെ 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 മുകളിലാണ് ഞാൻ എന്നെനിക്ക് തോന്നുകയാണ്. ഞാൻ ഇനി ഒരിക്കലും ഇമാമായി നിൽക്കുകയില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പെരുമ നടിക്കുന്ന ഒരു വിഷയത്തിലെ ഗൗരവം അദ്ദേഹം നമ്മളെ ബോധ്യപ്പെടും. അപ്പൊ എത്ര ഗൗരവമുള്ള വിഷയമാണത്. നമ്മളാണ് എന്ന അവസ്ഥയിൽ നിന്ന് മറിച്ച് ഞാൻ എല്ലാവരെക്കാളും മുകളിലാണ് എന്ന് തോന്നി ബാക്കി എല്ലാവരെയും ഇകഴ്ത്തിക്കണ്ട് ജീവിക്കുന്ന ആളുകളായി ഒരു വിശ്വാസി ഉണ്ടാകാൻ പാടില്ല. സ്വന്തം തിന്മകളെ തൊട്ട് നമ്മെ അന്ധതയിലാക്കുന്ന പാപമാണ് ഈ ഒരു പെരുമ എന്ന് പറയുന്നത്. അപ്പൊ നമ്മിൽ ഉള്ള നന്മകളെ വലുതാക്കി തോന്നിപ്പിക്കും. ആരെങ്കിലും പുകഴ്ത്തുമ്പോ നമ്മളതിങ്ങനെ ആസ്വദിക്കും. പറയട്ടെ, കുറച്ചുകൂടെ പറഞ്ഞോട്ടെ, അല്ല നിർത്തുമെന്ന് പറയുക. നമ്മൾ വീണ്ടും ചെയ്ത് കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു റെക്കോർഡെങ്കിലും ചെയ്തെന്ത് ചെയ്യും, അതിങ്ങനെ മൊബൈലിട്ട് നമ്മളെ പോയിട്ടുന്നത് നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പോ അങ്ങനെ ആസ്വാദനം കണ്ടെത്തുക, തിന്മകളായി തോന്നാതെ വരികയും ചെയ്യുന്ന അവസ്ഥ. ഞാൻ ചെയ്യുന്ന തെറ്റൊന്നുമല്ല, അതിൽ തന്നെ അതിലും എനിക്കൊരു ആസ്വാദനമുണ്ട്. അപ്പൊ തിന്മകളെ നിസ്സാരവൽക്കരിച്ച് ജീവിക്കുക. അതുപോലെ തന്നെ കിബിറിന്റെ അടിസ്ഥാനം പോലും ഈ ഉജുബിൽ എത്തിപ്പെടുക എന്നതാണ്, താൻ പോരിമയിൽ എത്തിപ്പെടുക എന്നതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പെരുമ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ വിശാലമായി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെയും ആ സമൂഹത്തിന്റെയും ആ നാശത്തിന് ഹേതുവാകുന്ന ഒന്നായി നമുക്ക് ഈ പെരുമയെ കാണാൻ പറ്റും. പെരുമ നടിക്കുക എന്ന വിഷയം എടുത്ത് ചർച്ച ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തിയെ മാത്രമല്ല ഒരു സമൂഹത്തിനെ തന്നെ ഇത് നശിപ്പിക്കാനുള്ള കാരണമാകും. സ്വന്തം തിന്മകളെ കാണാതിരിക്കലും അള്ളാഹുവിന്റെ ശിക്ഷയെ ഇതിന്റെ ഭയപ്പെടാതെ, പടച്ചോ ശിക്ഷിക്കുമെന്നുള്ള ഒരു ഭയപ്പാടുമില്ലാതെ ഇരിക്കലും ഇതിന്റെ അനന്തര ഫലങ്ങളാണ്. റബ്ബിനെ പോലും മറന്ന്, റബ്ബ് ശിക്ഷിക്കുമെന്നുള്ള വിഷയം പോലും മറന്ന് അള്ളാഹിനെ പേടിക്കാതെ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തിപ്പെടുന്നുണ്ട് എങ്കിൽ അയാൾ സ്വന്തമായിട്ട് ആരോ ആണ് എന്ന് തോന്നുന്നത് കൊണ്ടാണ്. ഒരു അഹന്ത അവന്റെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ സ്വന്തം അറിവും അഭിപ്രായവും താൻ മികച്ചവനാണ് എന്ന തോന്നലും, അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് അവന് പഠിക്കാൻ തോന്നൂല, പിന്നെ ദീനൊന്നും പഠിക്കൂല. അവന് ദീന് പഠിക്കാനും തോന്നൂല. അല്ലെങ്കിൽ തന്നെ എയിമിയ എന്തെങ്കിലും പറഞ്ഞാലും അതിനേക്കാൾ മുകളിലാണ് അവൻ. പിന്നെ ഇതിന് കേൾക്കണം. വളരെ ഓഫലത്തോടു കൂടി അങ്ങനെ ജീവിച്ചവന്റെ ജീവിതം അങ്ങനെ അവസാനിപ്പിച്ച് കടന്നു പോകും. അപ്പോ ലോകത്ത് താൻ പോരിമ നടിച്ച് കാണിച്ച ആളുകളെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചിട്ടുണ്ട്. അറിവുള്ളവൻ അറിവ് കൊണ്ടും സമ്പത്തുള്ളവൻ സമ്പത്ത് കൊണ്ടും, അതുപോലെ തന്നെ കച്ചവടക്കാരൻ കച്ചവടത്തിന്റെ മഹിമ കൊണ്ടും, സൗന്ദര്യമുള്ളവൻ സൗന്ദര്യത്തിന്റെ അയാളുടെ സൗന്ദര്യം കൊണ്ടുമൊക്കെ താൻ പോരിമ കാട്ടും. അല്ലേ? അങ്ങനെ തന്നെയാണ്. സ്റ്റേജിലും പേജിലും ഒക്കെ അവരിങ്ങനെ നിറഞ്ഞു നിൽക്കും. അവരെ കുറിച്ചുള്ള ചർച്ചകൾ നിറഞ്ഞാണ്. അതിങ്ങനെ സംസാരങ്ങളായി ആളുകളിലേക്ക് എത്തും. അതൊക്കെ കണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ആസ്വാദനങ്ങളിൽ മുഴുകി അള്ളാഹുവിന്റെ മഹാത്മ്യം മനസ്സിലാകാതെയുള്ള ജീവിതത്തിലേക്ക് അയാൾ കടന്നു പോകുമെന്നുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയെ തന്നെ മറന്നു പോകുന്ന അവസ്ഥയിലേക്ക് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ഇബ്ലീസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച സദസ്സിലെ അംഗത്വം ഉള്ള ആളായിരുന്നു. എന്നാൽ റബ്ബിന്റെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കാതെ കണ്ട് അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചതിന്റെ ഫലമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചൊരു സദസ്സിൽ നിന്ന് ഇബ്ലീസിനെ അല്ലാഹു പുറത്താക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് അതിങ്ങനെ വായിക്കാം. ഖാല അന ഖൈറും മിൻ, അവൻ പറഞ്ഞു ഞാനാണ് നല്ലവൻ. ഖലഖതനി മിൻ നാരിൻ, എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്. വഖലഖതഹു മിൻ തീൻ, മനുഷ്യനെ സൃഷ്ടിച്ചതാകട്ടെ മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് തീയായി ജനിച്ച, തീയിൽ പിറന്ന, തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ പിന്നെ എന്തിന് ഈ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യണം എന്നൊരു അഹന്ത, ഒരു പെരുമ പിശാചിന് ഇബ്ലീസിന് പിടിപെട്ടു എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ ഭാഷയിൽ പിശാചിനെ പുറത്താക്കുകയാണ്. ഖാല ഫഹബിതു മിൻഹാ, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. നിനക്കിവിടെ അഹങ്കരിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള ഇടവുമില്ല. നീ നിന്ദരിൽപ്പെട്ടവനാണ്. നീ പെരുമ നടിച്ചു, നീ അഹന്ത കാണിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്ന വിഷയത്തിൽ നീ ഒരു കിബർ നടിച്ചു. അതുകൊണ്ട് നിനക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ആദരിച്ച സദസ്സിൽ നിന്ന് ഇബ്ലീസിനെ പുറത്താക്കുകയാണ്.
ഇപ്പൊ ഖുർആനിൽ ഖാറൂനിന്റെ ചരിത്രമാകട്ടെ ഫിർഔനിന്റെ ചരിത്രമാകട്ടെ ഏത് പഠിച്ചാലും ശരി, ഇങ്ങനെ പെരുമതടിച്ച് ജീവിച്ച മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. ഖാറൂനിനെ, ഫിർഔനിനെയാകട്ടെ ആഴിയിലേക്ക്, ആഴക്കടലിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഴ്ത്തിക്കളഞ്ഞു. ഇങ്ങനെ പരീക്ഷണങ്ങൾ കൊണ്ട് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചതായി നമുക്ക് കാണാൻ പറ്റും. എന്തേ കാരണം? ഇങ്ങനെ പരസ്പരം താൻ പോരിമയും താനാണ് വലുത് എന്നുള്ളതും അള്ളാഹുവിനേക്കാൾ വലിയവനാണ് എന്ന് വരെയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ ഫിർഔനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഴ്ത്തിക്കളഞ്ഞുവെങ്കിൽ, പ്രിയമുള്ളവരെ, അഹന്ത എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു പെരുമയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മഹനീയമായ സ്വർഗത്തിലെത്തുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ആളുകളോട് പെരുമാറുമ്പോൾ വളരെ മാന്യമായി പെരുമാറാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ ഫർദുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഉസികും വ ഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഇഖ്ലാസുള്ള മുഅ്മിനീങ്ങളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ബഷാർ ഇബ്നുൽ ഹാരിസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പെരുമയെ വിശദീകരിക്കുന്നത്, പെരുമ നടിക്കുന്നതിനെ, താൻ പോരിമ നടിക്കുന്നതിനെ വിശദീകരിക്കുന്നത് അൽ ഉജ്ബു എന്ന് പറഞ്ഞാൽ അൻ തസ്തക്സിറ അമലക, നിന്റെ പ്രവർത്തനങ്ങൾ ധാരാളമായി കാണുക. അതിനൊരു കസ്റത്ത് കാണലാണ്, അധികരിച്ചതായി. ഞാൻ ചെയ്ത അമലുകളൊക്കെ ഒരുപാടുണ്ട് എന്ന് ഒരു മനുഷ്യന് തോന്നല. മുത്തസ്തഖില്ല അമലുന്നാസ്, മറ്റു മനുഷ്യരൊക്കെ ചെയ്തതെല്ലാം ചെറുതാണ് എന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ട്, ഞാൻ ഫർദുകൾ മുടങ്ങാതെ നമസ്കരിക്കുന്നുണ്ട്, എനിക്ക് സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, എനിക്ക് നോമ്പുകളുണ്ട്. ഇങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് അതിനൊരു ഉജ്ബ്, ഒരു പെരുമ എന്റെ മനസ്സിൽ തോന്നുകയും മറ്റുള്ള മനുഷ്യരെല്ലാം അവർക്കൊക്കെ അമലുകൾ കുറവാണ്, അവരൊക്കെ വളരെ മോശക്കാരാണ്, തന്നെക്കാളും ലെവല് കുറഞ്ഞ ആളുകളാണ് എന്ന് കണ്ട് തസ്തഖില്ല അമലുന്നാസ് ഔ അമലു ഗൈറക്, നിന്നെക്കാളുമുള്ള ആളുകൾക്ക് അമലുകൾ കുറവാണ് എന്ന് നിനക്ക് തോന്നുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് പെരുമ എന്ന് പറയുന്നത് എന്ന് മഹാനായ ബഷാർ ഇബ്നുൽ ഹാരിസ് റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തുന്നു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് അൽ ഫവായിദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഹുല്ലാഹ് പറയുന്നത്, മിമ്പറിൽ ഖുതുബ നടത്തുന്ന വേളയിൽ, മിമ്പറിൽ ഇങ്ങനെ ഖുതുബ നടത്തുമ്പോൾ അദ്ദേഹത്തിന് ഉജ്ബിനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ പെരുമയെ സംബന്ധിച്ച്, താൻ ആരോ ആണ് എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു ഭയം തോന്നിക്കഴിഞ്ഞാൽ, ഒരു പേടി തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം മിമ്പറിലെ ഖുതുബ വളരെ വേഗത്തിൽ നിർത്തുമായിരുന്നു എന്ന് കാണാൻ. അതുപോലെ തന്നെ അദ്ദേഹം എന്തെങ്കിലും ഒരു കത്തെഴുതുകയോ മറ്റോ ചെയ്യുകയാണ് എങ്കിൽ, ഒരു റിസാല തയ്യാറാക്കുകയാണ് എങ്കിൽ, റിസാല തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ എഴുത്തും അതിന്റെ വാചക ഘടനയും ഒക്കെ കാണുമ്പോൾ അദ്ദേഹത്തിനൊരു ഉജ്ബ് തോന്നിയാൽ, ഒരു പെരുമ തോന്നിയാൽ ആ കടലാസിനെ അദ്ദേഹം വലിച്ചു കീറി കളയുമായിരുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പ്രാർത്ഥിക്കുമത്രേ, അല്ലാഹുവേ, എന്റെ മനസ്സിന്റെ തിന്മയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു, കാവലിനെ ചോദിക്കുന്നു എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. മുൻഗാമികളായ ആളുകൾ അത്ര കണ്ട് ഭയപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ഒരു ഉജ്ബ്, ഒരു വലിയൊരു പെരുമ നടിക്കുന്ന ഒരു അവസ്ഥ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ സദാസമയം ജാഗ്രത പുലർത്തേണ്ട വിഷയമാണ്. നമ്മൾ പഠിക്കുന്ന നമ്മുടെ ഇൽമ്, അതുപോലെ തന്നെ നമ്മൾ സമ്പാദിക്കുന്ന നമ്മുടെ സമ്പാദ്യങ്ങൾ, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ആരോഗ്യം, ഇതെല്ലാം അള്ളാഹു നൽകിയ വലിയ ഫضലുകളാണ് എന്ന് ചിന്തിച്ച്, അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ ഒരു ദുസ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാനുള്ള ശ്രദ്ധ സദാസമയവും നമുക്ക് ഉണ്ടാകണമെന്നാണ് ഉറപ്പുവരുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ ദീനിനെ മനസ്സിലാക്കുന്ന സൽക്കർമ്മകാരികളിൽ നാം എവരെയും റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ നിന്റെ മഗ്ഫിറത്തും റഹ്മത്തും കൊണ്ട് പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്,
റഹ്മാനായ റബ്ബേ, രോഗങ്ങൾക്ക് പരിപൂർണമായ ശമനം നൽകുന്ന നീയാണ്. ശമനങ്ങൾക്ക് അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, കടങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ആളുകൾ, അവരുടെ കടങ്ങൾ എത്രയും പെട്ടെന്ന് തീർത്തു കൊടുക്കുകയും അവരുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കുകയും ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا. ربنا انك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين. الله أكبر الله أكبر.